ഭരണപക്ഷം എന്ത് വികസനം നടത്തിയാലും അതിൽ ഇടങ്കോലിടുന്ന പ്രതിപക്ഷം കേരളത്തിലെ മാത്രം കാഴ്ചയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്നതും സർക്കാർ ജീവനക്കാർക്ക് അവകാശങ്ങൾ ലഭിക്കുന്നത് പോലും സഹിക്കാനാകാത്ത രാഷ്ട്രീയ മനോഭാവമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. വികസനത്തെ പോലും എതിർക്കുന്ന രാഷ്ട്രീയ നിലപാടാണ് സതീശൻ അടക്കമുള്ളവർ സ്വീകരിക്കുന്നത്. കേരളത്തിൽ LDF സർക്കാർ ഉണ്ടാക്കിയ മാറ്റങ്ങൾ വളരെ വലുതാണ്. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വികസനത്തിന്റെ സ്വാതെന്തെന്ന് മനസ്സിലാക്കി കൊടുത്ത സർക്കാരാണ് കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത്. ഇതിനു മുന്നേയും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കിയ സാമൂഹിക മാറ്റം വളരെ വലുതാണ്. സുപ്രധാനമായ തീരുമാനങ്ങൾ പലതും കൈക്കൊണ്ട സർക്കാരുകളാണ് പലതും. പ്രധാനപ്പെട്ടതായിരുന്നു ശമ്പള പരിഷ്കരണം. ഏറ്റവും ഒടുവിൽ 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനും ഇടതുപക്ഷം കൊണ്ടുവന്നു. എന്നാൽ ശമ്പള പരിഷ്കരണത്തെ നിശിതമായി എതിർത്ത ഒരു വിഭാഗമുണ്ട്. കേരളത്തിലെ കോൺഗ്രസും VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനും എതിരാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ശമ്പള പരിഷ്കരണം നടത്തുന്നത് തങ്ങളെ ദ്രോഹിക്കാനാണെന്നുൾപ്പെടെ പറഞ്ഞു പരത്തിയവരാണ് കേരളത്തിലെ കോൺഗ്രസ്കാർ. ഒരു മലയാളം ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരളത്തിന്റെ എക്കണോമിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന്. അല്ലെങ്കിലും അത് അങ്ങനെയാണ്. ആരും സ്വസ്ഥമായി ജീവിക്കുന്നതും ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നതും കോൺഗ്രസിനും ഈ പറയുന്ന VD സതീശനും താല്പര്യമില്ലാത്ത കാര്യമാണല്ലോ. അതൊരു ഉദാഹരണമായിരുന്നു കേരളത്തിലെ UDF സർക്കാരുകൾ. ആ ദുർഭരണ കാലത്തായിരുന്നു സർക്കാർ ജീവനക്കാരുൾപ്പെടെ വലിയ വെല്ലുവിളികൾ നേരിട്ടത്. കേരളത്തിലെ സർക്കാർ സ്കൂളുകളും പൊതുഗതാഗത സംവിധാനങ്ങളും താറുമാറായ കാലമായിരുന്നു അത്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ പണിയെടുക്കേണ്ടി വന്ന കാലം കൂടിയായിരുന്നു അത്. അതിനു മുന്നേയുള്ള കാലവും കേരളം മറന്നു കാണില്ല. 2001 AK ആന്റണി ഗവൺമെന്റിന്റെ കാലത്താണ് സർക്കാർ ജീവനക്കാർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഏറ്റവും അധികം പടപൊരുതിയത്. ചെലവ് ചുരുക്കൽ എന്ന പേരിൽ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം വെട്ടിച്ചുരുക്കി. ഇതിനെതിരെ സർക്കാർ ജീവനക്കാർ പണിമുടക്കി. 5 ലക്ഷത്തിലേറെ സർക്കാർ ജീവനക്കാരാണ് അന്ന് പണിമുടക്കിൽ പങ്കെടുത്തത്. ഇതൊക്കെ കേരളത്തിന് മുന്നിലെ UDF സർക്കാരിന്റെ ഭരണദൂഷ്യത്തിന്റെയും ജനവിരുദ്ധ നയങ്ങളുടെയും ഉദാഹരണങ്ങളാണ്. ഇനി UDF ഗവൺമെന്റ് അധികാരത്തിൽ വരികയാണെങ്കിൽ അവർ ആദ്യം ചെയ്യാൻ പോകുന്നത് ശമ്പള പരിഷ്കരണം തടയുകയെന്നതാവും. തങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടയുമെന്നും ശമ്പള പരിഷ്കരണം റദ്ദാക്കുമെന്നും മുൻകൂട്ടി നിയമസഭയിൽ പറഞ്ഞവരാണ് കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. വികസന തുടർച്ചയും ഉയർന്ന ജീവിത നിലവാരവും ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് കേരളത്തിൽ UDF എന്നൊരു അബദ്ധം പറ്റില്ലെന്നതും മറ്റൊരു സത്യം. അധികാരം കിട്ടിയാൽ ജനങ്ങളുടെ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കലും സർക്കാർ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തലുമായിരിക്കും കോൺഗ്രസിന്റെ പ്രധാന അജണ്ട. ചരിത്രം സാക്ഷിയാണ്. അവരുടെ ഭരണകാലം ജനങ്ങൾക്ക് ആശ്വാസമല്ല, ആശങ്കയാണ് നൽകിയിട്ടുള്ളത്.